അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര മരുന്ന് കുടിച്ചിട്ടും ഭേദമാകാത്ത അസുഖമാണെങ്കിലും, ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടും എത്ര വലിയ ഡോക്ടർ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അസുഖമാണെങ്കിലും അതൊക്കെ ഭേദമാകുന്ന വളരെ മനോഹരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്ന അതേ ഓർഡറിൽ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഫലമുണ്ടാവുക. ഒന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതോടൊപ്പം മറ്റൊരു ദിക്റും കൂടെ ചേർത്ത് ഞാൻ പറയുന്ന അതേ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ 100% 1000% നമ്മുടെ രോഗത്തിന് ശിഫാ കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് അത്വഹാറത്തു, ശുദ്ധി വേണമെന്നതാണ്. അസുഖം ഉണ്ടാകുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്. ആത്മീയമായ ഒരു മേഖലയിലൂടെയുള്ള ഒരു ചികിത്സാ രീതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് അത്വഹാറത്തു അൽ വുളൂ ഇൻ അംകന. വുളൂ എടുക്കാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ, വുളൂ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ വുളൂ എടുക്കാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ വുളൂ എടുക്കലാണ്. എന്നിട്ട് വുളൂ എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്? വുളൂവിന്റെ നിയ്യത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു നിയ്യത്തുണ്ട്. അത് നമ്മുടെ ഏത് വലിയ അസുഖമാണെങ്കിലും, എത്ര ചെറിയ അസുഖമാണെങ്കിലും ആ അസുഖം ഭേദമാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ഒരു ചിന്ത, ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സൽക്കർമ്മത്തിന്റെ പ്രതിഫലം, നമ്മുടെ അസുഖത്തിന് ഭേദമാകാനുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലൊപ്പം തന്നെ സാധാരണ ശ്രദ്ധയോടുകൂടെ നമ്മൾ വുളൂ എടുക്കുക. എന്നിട്ട് വുളൂ എടുത്ത് ശുദ്ധിയായതിന് ശേഷം നമ്മൾ നിസ്കാരപ്പായയിലോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മൾ ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ചൊല്ലുക. എന്തിനാണ് അഊദു ചൊല്ലുന്നത്? എല്ലാ അസുഖങ്ങൾക്കും മാനസികമായ പ്രശ്നങ്ങൾക്കും ഒക്കെ കാവലാണ് അഊദു ചൊല്ലുക എന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവാനും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ചൊല്ലാനുമൊക്കെ നമുക്ക് മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ അഊദു ചൊല്ലണം. അപ്പം ആദ്യം അഊദു ചൊല്ലുക. രണ്ടാമത്തെ കാര്യം ബിസ്മി ചൊല്ലുക എന്നതാണ്. ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, പ്രാർത്ഥനയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാവട്ടെ, അതിന് ഫലമുണ്ടാകുമെന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ആദ്യം നമ്മൾ രണ്ടാമത്തെ കാര്യം ബിസ്മി ചൊല്ലുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. 3 മററാത്ത്, 3 വട്ടം സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമുക്ക് അറിയണത് തന്നെയാണ്. ഈ അറിയുന്ന നമ്മൾ സാധാരണ ചൊല്ലുന്ന ഈ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതണം. അതിനും അഊദും ബിസ്മിയും ചൊല്ലണം. 7 തവണയാണ് ചൊല്ലേണ്ടത്. ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിന്റെ മാതാവാണ്. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതുക. 7 വട്ടം ഓതണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ബഅദൽ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയതിനു ശേഷം ഉൻഫുസ് ഫീ യദൈക വംസഹ് ബിഹിമാ മൗദിഅൽ അലം ഔ ജസദക കുല്ലഹു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ 2 കൈകളിലേക്ക് ഇങ്ങനെ ഊതുക. നമ്മൾ സാധാരണ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഊതാറുള്ളത് പോലെ നമ്മുടെ 2 കൈകളിലേക്ക് ഊതുക. അതിനുശേഷം
വംസഹ് ബിഹിമാ മൗളിഅൽ അലമി. എവിടെയാണോ നമുക്ക് വേദനയുള്ളത്, കാലിലാണെങ്കിൽ കാലില്, കയ്യിലാണെങ്കിൽ കയ്യിൽ, തലയിലാണെങ്കിൽ തലയിൽ, അല്ല ശരീരം മുഴുവനുമാണെങ്കിൽ ശരീരം മുഴുവനും നമ്മുടെ ആ കൈകൾ കൊണ്ട് തടവുക എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഇത് ഫാത്തിഹ ഓതിയതിനു ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രോഗം ശിഫയാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുവിന്റെ നാമമാണ്. അതാണ് യാ ഷഫീ യാ ഷഫീ യാ ഷഫീ യാ ഷഫീ. ഈ ദിക്ർ ചൊല്ലണം. ഇത് എത്ര തവണ ചൊല്ലണം? 100 തവണയാണ് ചൊല്ലേണ്ടത്. ഇനി അതിൻ്റെ കൂടുതൽ ചൊല്ലാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ 313 1000 അങ്ങനെയൊക്കെ ചൊല്ലാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ, സമയമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും അസുഖം ഭേദമാകുന്നത് വരെ 100 തവണ യാ ഷാഫി യാ ഷാഫി യാ ഷാഫി യാ ഷാഫി എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദുആഉ ബിശ്ശിഫാ, നമ്മുടെ രോഗം ഭേദമാവാനുള്ള ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അതിന് പ്രത്യേക ദുആയൊന്നുമില്ല. അല്ലാഹുവേ, എനിക്ക് കാലുവേദനയാണ്, കയ്യുവേദനയാണ്, കണ്ണുവേദനയാണ്, തലവേദനയാണ്. പടച്ചവനെ, എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക്, എൻ്റെ ഭർത്താവിന് ഇന്ന സ്ഥലത്ത് ഇന്ന അസുഖമുണ്ട്. അല്ലാ, അതിന് ശിഫ നൽകണേ അല്ലാ. ഇങ്ങനെ ഏത് അസുഖമാണോ നമുക്കുള്ളത് ആ അസുഖത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. അത് മലയാളത്തിൽ ദുആ ചെയ്യാം, അറബി അറിയുന്നവർ അറബിയിൽ ദുആ ചെയ്യാം. ഭാഷയൊന്നും ഇവിടെ പ്രശ്നമല്ല. പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ നമ്മൾ ആദ്യം ഹംദും സ്വലാത്തും, അതോടൊപ്പം തന്നെ നമ്മൾ അവസാനിക്കുന്ന സമയത്തും ഹംദും സ്വലാത്തും കൊണ്ട് അവസാനിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ ദുആ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വലാത്ത്, നേരത്തെ പറഞ്ഞതേ സ്വലാത്ത്, സുമ്മ സ്വലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മർറാത്ത്, അവസാനം 3 സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഇത് ചൊല്ലിയത് ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ 1000% ഏത് അസുഖമാണെങ്കിലും ആ അസുഖത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്റുകൾ തന്നെയാണ് ചൊല്ലുന്നത്. പ്രത്യേകിച്ച് ദിക്റുകളൊന്നും ചൊല്ലുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാം. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ 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 അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
الله لا إله إلا الله سبحان الله وبحمده 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 يا حي يا قيوم 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 يا الله 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 يا رحمن 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 يا غفور 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 يا حفيظ 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار راج سيداയ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാഹ് പാപികളായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ് ദോഷികളായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളെ വഴികേടിലാക്കല്ല അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ശിഫാ നൽകണേ അല്ലാഹ്
പടച്ചവനെ, വലിയ മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഒരിക്കലും ഭേദമാകില്ലെന്ന പ്രതീക്ഷയോടെ കണ്ണുനീരോടുകൂടെ ഇരിക്കുന്നവരുണ്ട്. അർഹമുർ റഹീമായ നാഥാ, നീ വിചാരിച്ചാൽ ഭേദമാകാത്ത അസുഖമില്ലല്ലോ അല്ലാ. ശിഫാ നൽകണേ അല്ലാ, ശമനം നൽകണേ അല്ലാ, ഭേദമാക്കണേ അല്ലാ. അല്ലാഹുവേ, വേദന കടിച്ചമർത്തി സഹിച്ച് നരകിച്ച് കണ്ണുനീരോടെ ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അല്ലാഹുവേ, ആരോഗ്യം നൽകണേ അല്ലാ. മരണം വരെ മറ്റൊരാളെ പ്രയാസപ്പെടുത്താതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ നടക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ക്ഷീണം നൽകല്ല അല്ലാ, വേദനകൾ നൽകല്ല അല്ലാ, അസുഖങ്ങൾ നൽകല്ല അല്ലാ. തലവേദനയുള്ളവരുണ്ട്, കണ്ണുവേദനയുള്ളവരുണ്ട്, കാതുവേദനയുള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്, കരൾ രോഗമുള്ളവരുണ്ട്, ഹാർട്ട് രോഗമുള്ളവരുണ്ട്, ട്യൂമറുള്ളവരുണ്ട്. അങ്ങനെ പേരറിയുന്നതും അറിയാത്തതുമായ 100 കണക്കിന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ അധ്വാനിക്കുന്ന സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കടകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മരുന്നുകൾ കഴിച്ച് ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി അല്ലാ. ശിഫാ നൽകണേ. നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല അല്ലാ. ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ ഖൈർ നൽകണേ അല്ലാ. റാഹത്തുള്ള മരണം നൽകണേ അല്ലാ. ബർസഖിയായ ജീവിതത്തിലും പാരത്രിക ലോക ജീവിതത്തിലും വിജയം നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان، آمين برحمتك يا أرحم الراحمين.